വെൽക്കം ബാക്ക്. KT കവറാണ്. ഞാനിപ്പോൾ ദമാമിലാണുള്ളത്. ദമാമിലെ ഹാഫ് മൂൺ ബീച്ചിലാണ്. ദമാമിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക് ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ ബീച്ചിലെ അംവാജ് റിസോർട്ടിലാണുള്ളത്. റിസോർട്ടിൽ വെച്ചാൽ ഇവിടെ ഒരുപാട് വില്ലുകളാണുള്ളത്. മന്ത്ലി റെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഡെയിലി റെൻറ്റ്, പിന്നെ കൂടാതെ വർഷത്തേക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ഏകദേശം വില്ലകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കടൽ നികത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. ദമാമി മോഡൽ, ബഹ്റൈൻ മോഡൽ കടൽ നികത്തിയിട്ടാണ് ഇവിടെ. ബഹ്റൈനിൽ ഏകദേശം ഫുള്ള് കടൽ നികത്തിയിട്ടല്ലേ ബിൽഡിങ്ങുകളും റോഡുകളൊക്കെ ഉണ്ടാക്കി അവിടെ കടൽ നികത്തി. അതേപോലെ ആകൃതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കടൽ നികത്തിയിട്ട് ബിൽഡിങ്ങുകളും വില്ലകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കടലിന് ഒരു ഇടവഴിയും വെച്ചിട്ടുണ്ട്. അകത്തേക്ക് വെള്ളം വരാൻ പറ്റില്ല, ഒരു ഗ്യാപ്പ് ഇട്ടില്ല, ദ്വീപ് പോലെയാണ് ഉള്ളത് ഇവിടെ. ഇപ്പോൾ ഈ കാണുന്ന വില്ല ഉണ്ടല്ലോ, ഈ വില്ലേൻ്റെ ബാക്ക് സൈഡ് പിന്നെ കടലാണ്. അതായത് എൻ്റെ ബാക്ക് സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഇരിക്കാനുള്ള സൗകര്യം കാര്യമുണ്ട്. അതിൻ്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് നല്ല വ്യൂ ഒക്കെ, നല്ല വൈബാണ് അവിടെ. ബാക്ക് സൈഡ് കടലായിട്ട് ഇത് കാണുന്നില്ലേ, ബാക്ക് സൈഡ് കാണുന്നില്ല കടൽ. അങ്ങനെ അവിടെ ഒരു പിന്നെ പ്രൊജക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്, വേറെ വില്ലകളൊക്കെ ഉണ്ടാക്കുന്നത്, അതും കടൽ നികത്തിയിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്, മണലിട്ടിട്ട് പ്രോജക്റ്റ്. ഇപ്പോൾ ഇവിടെ ഒരു വില്ല വരുന്നുണ്ട്. ഇതിനപ്പുറത്തൊക്കെ കടലാണ്. ആ സൈഡ് ഈ ഗ്യാപ്പാണെന്നില്ലേ, ആ ഗ്യാപ്പ് കടലാണ്. ആ ഗ്യാപ്പ് കഴിഞ്ഞ് അതിനപ്പുറത്ത് ദ്വീപ് പോലെ ഉണ്ടാക്കിയത്. ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ റോഡ് വരുമ്പം നമുക്ക് ഹോബാറിന്ന് വരുമ്പം ഇവിടുന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ വരെ ഒന്നുമില്ല. അതായത് റിസോർട്ട്സ് മാത്രമേ ഉള്ളൂ. റിസോർട്ട്സ് ബീച്ച് റോഡാണിത്. റിസോർട്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല, പമ്പും കാര്യമൊന്നുമില്ല. 20-25 കിലോമീറ്റർ കഴിഞ്ഞാലേ പമ്പുള്ളൂ. അതുപോലെ ഇതിനകത്തൊരു ബക്കാലുണ്ട്, പള്ളിയുണ്ട്, എല്ലാ സൗകര്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. പോകുന്ന വഴികളും വരുന്ന വഴികളെല്ലാം കാണാം, ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ. കാണുന്നതാണ് അംവാജ് റിസോർട്ട്. കുറച്ച് മുമ്പോട്ട് പോയിട്ട് യൂട്ടേൺ എടുത്ത് വരണം. ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ഓഫീസ്, അത് വാവ് എന്ന റിസോർട്ട് കമ്പനിയുടെ ഓഫീസാണ്. റിസോർട്ടിനകത്തുണ്ട്. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇത് പുറത്തുനിന്നും എൻട്രൻസ് ഉണ്ട്, ഇതിൻ്റെ അകത്തുനിന്നും എൻട്രൻസ് ഉണ്ട് കേട്ടോ റിസോർട്ടിൻ്റെ. ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇതാണ് മെയിൻ ഗേറ്റ്. ഇവിടുത്തെ ബോർഡ് ഉണ്ടല്ലേ, അറബിയിൽ അംവാജ്. ഗൂഗിൾ സെർച്ച് ചെയ്താലും കാണും കേട്ടോ. www.amwajresortssa.com എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. ബക്കലിൻ്റെ അകത്ത് ഭാഗം അപ്പുറത്താണ് ഫ്രണ്ട് ഡോർ കാണിച്ചില്ലേ, ഇത് ബാക്ക് ഡോറാണ്. നമുക്ക് ബാക്കിലേക്ക് കൂടിയിട്ടാണ്. ബാക്കിലേക്ക് കൂടിയിട്ട് ഇറങ്ങിയിട്ടാകുമ്പോൾ നേരെ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് അകത്തേക്ക് എത്തി. ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല കാര്യം. ഇവിടെ നല്ല പാർക്കിംഗ് ആണ്. ഇത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ബക്കാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ അതിനപ്പുറത്ത് ബാക്കിൽ ഒരു പാർക്കുണ്ട്. അതിനപ്പുറത്ത് കടലാണ് കേട്ടോ. ഈ സൈഡും കടലുണ്ട്. ചെറിയ ഗ്യാപ്പിൽ കൂടി കാണുന്നുണ്ട് കടൽ അല്ലേ, നല്ല ദ്വീപ് പോലെ ആക്കിയിട്ടുള്ളതാണ്. അതിനപ്പുറത്ത് സ്ഥലങ്ങളുണ്ട്, വില്ലകളുണ്ട്. അതേപോലെ ഈ ഫ്രണ്ടോട്ട് നേരെ കഴിഞ്ഞാൽ അത്രയും കടലാണ്. നമ്മളെ
ഇതിൻ്റെ ബംഗാളി അതിലൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ നോക്കി ചിരിക്കുക, എന്താ ഇവൻ ചെയ്യുന്നത്. ഇതാണ് പള്ളി. ഇതെല്ലാം ഫ്ലാറ്റ് സിസ്റ്റമാണ്. ഇതെല്ലാം ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റായിട്ട് റെൻറ്റിന് കൊടുക്കുന്നതാണ്. റെൻറ്റ് വെച്ചാൽ ഷിഗുകൾ, 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. ഡെയിലി റെൻറ്റിന് അവൈലബിൾ ഓരോരോ റിസോർട്ടായിട്ടുള്ള റിസോർട്ട്, സീ ഹൗസ്, ഷാലിയ, നോഫ, അങ്ങനെ ഓരോരോ പേരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ റിയാദിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ട് ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ ലാൻഡുകൾ ഒരാൾ പിന്നെ അതിനകത്തേക്ക് വിലക്കെടുത്തിട്ട് അവിടെ വില്ലകൾ ഉണ്ടാക്കിയിട്ട് റെൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. ലാൻഡുകളൊന്നും ഇല്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ആരെങ്കിലും വിറ്റാൽ വാങ്ങിക്കാം. വില്ലകൾ ഡെയിലി റെൻറ്റ് 4000 തൊട്ട് സ്റ്റാർട്ടാണ് വില്ലകൾ. ഫ്ലാറ്റ് ആണെങ്കിൽ 1500 മുതൽ മേലോട്ട് ഓരോ ഫ്ലാറ്റിനനുസരിച്ചിട്ടേക്കും റെൻ്റ് ഉണ്ടാവുക. 1500 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ 30,000 അടുത്തായി. അതുപോലെ വില്ലകൾക്ക് 4000 റിയാലാണ് റെൻറ്റ്. 4000 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ 80,000 അടുത്തായി. വില്ലകൾ വർഷത്തേക്ക് കൊടുക്കുന്ന 1,60,000 റിയാലിനാണ് കൊടുക്കുന്നത്. ഇതാണ് വില്ലയുടെ റെൻറ്റ്. എത്ര? 1,60,000 റിയാലാണ്. നാട്ടിൽ ഏകദേശം 31 ലക്ഷം രൂപയായി. ഇവിടെ ഒരു വില്ലയുടെ പണി നടക്കുന്നുണ്ട്. ഇത് ഒരാൾ സ്ഥലം എടുത്തിട്ട് വില്ലകൾ പണി എന്നിട്ട് റെൻറ്റിന് കൊടുക്കും. കണ്ടില്ലേ, മണ്ണിട്ട് നികത്തിയതാണ്. സപ്ര മണ്ണിട്ട് ഒരു 10-20 മീറ്റർ വരെ, 30 മീറ്റർ വരെ ആഴില്ലാതെ മണ്ണിട്ട് നികത്തിയിട്ട് അവിടെ കുളിക്കാനും. പക്ഷെ അതിനപ്പുറത്ത് ആഴുണ്ട് കേട്ടോ. മഞ്ഞ കളറാണല്ലേ, ഇതുവരെ ആഴില്ല, അതിനപ്പുറത്ത് ആഴുണ്ട്. സ്വിമ്മിംഗ് പൂളാണെങ്കിൽ ഇത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നതാണ്. സ്വിമ്മിംഗ് പൂൾ ടാബ് ഒരാളെ ആഴത്തിനുണ്ട് കേട്ടോ, ഒരാളെ പൊക്കമുണ്ട്. ഭയങ്കര രസമായിരിക്കും. ഇതൊക്കെ സെറ്റപ്പാക്കി ഗാർഡനാക്കിയിട്ട് ഇവിടെ ഒരു ടെൻ്റൊക്കെ കിട്ടും. ഇരിക്കാനുള്ള ചെയറും കാര്യമൊക്കെ വെച്ചിട്ട് എല്ലാം കാറ്റുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ. പുറത്തൊക്കെ റിസോർട്ട് ഈ വില്ലയുടെ അകത്തുള്ള അടിപൊളി സെറ്റപ്പാണ്. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ വെള്ളമില്ല കേട്ടോ, നല്ല തണുത്ത കാറ്റ് അല്ലേ. സൂപ്പർ വില്ല. നേരെ കാണുന്ന ബീച്ച്, കടലാണ് കറക്റ്റ്. അതായത് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിയ കടലാണ്. അപ്പുറത്തെ ഭാഗമുള്ള എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര സെറ്റപ്പ്, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടേബിൾ കാര്യം, ടെൻറ്റ് എല്ലാം ഉണ്ട്.
അത് പുറത്തുള്ള കാഴ്ചകൾ. നമുക്ക് കടൽ സൈഡേക്ക് പോകാം. ബാക്ക് സൈഡാണ് കടൽ. അടിപൊളി സെറ്റപ്പ് സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂള് കടൽ കണ്ടുകൊണ്ട് സ്വിമ്മിംഗ് പൂള് കുളിക്കാം. ഡോൾഫിൻ നല്ല ഉറക്കിലാണ്. കുറച്ച് അവിടം വരെ അവിടം വരെ ചെറിയൊരു അരവരെ ഒരു മുട്ടോളം വരെ ആയുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ വെള്ളം കുറവെന്ന് തോന്നുന്നു. ഇവിടുന്ന് പിന്നെ ഈ കല്ല് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, അതിനപ്പുറം വരെ ഒരു 10 മീറ്റർ വരെ ഇതേ ലെവലിൽ ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് സേഫ്റ്റി ആക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വരമ്പിട്ടതാണ്. കല്ല് വരമ്പ് അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഒട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടൊക്കെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്. അടിപൊളി സെറ്റപ്പാണ്. ഇല്ല ഇവിടെ ഷീഷൊക്കെ വലിച്ചിവിടെ ഇരിക്കാം. കുളിക്കുന്നവരെ കുളിക്കാം, കടലിൽ കുളിക്കുന്നവർക്ക് കടലിൽ കുളിക്കാം. നമുക്ക് ഏതായാലും വില്ലയുടെ അകത്തേക്ക് കയറാം. ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം. ഹായ്, സെറ്റപ്പ് തന്നെ കേട്ടാ. കുളിക്കാനുള്ള ബാത്ത് ക്യാബിൻ. ഈ 2 റൂമൊന്നും ഇവിടത്തേക്ക് വരാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാം. സൂപ്പറല്ലേ? വാ ഏണ്ട് ലാസ്റ്റിൽ അവിടെ പോയി നിന്നിട്ട് ടൈറ്റാനിക് വേണ്ടി ഫോട്ടോ എടുക്കണം അല്ലേ? ടൈറ്റാനിക് വേണ്ടില്ലേ? ചേരൊക്കെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റി സ്ഥലങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ പുതിയ വില്ലകൾ ഉണ്ടാക്കുന്നത് കടൽ നികത്തിയിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ചെറിയൊരു ഐലൻഡ് എന്ന് പറയും.
ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ കടപ്പുറത്തൊക്കെ ഇങ്ങനെ കാട് പോലെ വളർന്നിട്ടുണ്ടാവും. ഇവിടെ അതിനെ നട്ടു വളർത്തിയിട്ട് അതിനെ പരിപാലിക്കുന്നുണ്ട്. വെള്ളമൊക്കെ അടിച്ച് 2 നേരം വെള്ളം അടിക്കും, രാവിലെ വൈകുന്നേരം വെള്ളം അടിച്ച് അതിനെ വളർത്തുന്നു. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നില്ല ഒരു ദ്വീപാണ് കേട്ടോ. അത് ഇപ്പോൾ ഗവൺമെൻറ് അണ്ടറില്ല, ആ വീടും കാര്യമൊന്നുമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അത് സൗദി ഗവൺമെൻറ് അണ്ടറിലല്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മിലിറ്ററിക്കാരൊക്കെ ഉള്ള. ഇത് കുറച്ചപ്പുറത്ത് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. ഒരു ദ്വീപ് കണ്ടില്ലേ. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പിലാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ആണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അതിൽ സെറ്റപ്പ്. ഒരു പള്ളിയുണ്ട് ചെറിയ, നമുക്ക് പള്ളിയിൽ പോവാം. പള്ളിയിൽ ചെറിയൊരു ജഗ് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. കുടിക്കുന്ന വെള്ളം ഇല്ല, ചെറിയ ജഗ്, ഇതിന് വലിപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ കളിക്കാനുള്ള പാർക്കുണ്ട് അതിനപ്പുറത്ത്. അവിടെ ഫാമിലിയൊക്കെ കടലിറങ്ങി കുളിക്കുന്നുണ്ട്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പാണ്, അവിടെ നിൽക്കാനൊന്നുമില്ല. നല്ല വെയിലുണ്ട്, ആ വെയിലുണ്ടായിട്ടും വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും, ഇപ്പോൾ വെള്ളം നല്ല തണുപ്പായിരിക്കും. ഭയങ്കര രസമുണ്ട് കടൽ കാണാൻ. നല്ല നീലക്കടൽ, നീലക്കടൽ കേട്ടിട്ടുണ്ടല്ലേ, നീലക്കടൽ. അപ്പോൾ ഇതാണ് നീലക്കടൽ. അപ്പോൾ ഇതായിരുന്നു ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ ബീച്ചിലെ വരുന്ന റോഡുകളും അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ. ഇവിടുത്തെ ഓരോരു ഭയങ്കര രസമാണ് കാണാൻ. നല്ല വൈബ്, നല്ല തണുപ്പ്. ഓരോ വില്ലുകളായിട്ടാണുള്ളത്, ഓരോ വില്ലുകളായിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റും ഉണ്ട് കേട്ടോ. അതായത് ഒരു പിന്നെ ഫ്ലാറ്റിൽ 2-3 അതായത് 3 ബെഡ്റൂം, ഹോള്, കിച്ചൺ എല്ലാ സൗകര്യം ഉണ്ടാവും അതിൽ ഫ്ലാറ്റിൽ. പിന്നെ വില്ലുകളിൽ പിന്നെ പറയണ്ടല്ലോ, ഫുൾ സെറ്റപ്പ് തന്നെ വില്ലുകളിൽ. അപ്പോൾ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെന്താ, നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതിലേക്കും ബൈ ബൈ.